ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ മുരിങ്ങയ്ക്ക മസാലക്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മസാലക്കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ഗ്രൈൻഡറിൽ 2 തക്കാളി, 7 കശുവണ്ടി എടുക്കുക. 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് 1 മിനിറ്റ് ഇളക്കി ചൂടാക്കുക. ഇനി 2 സവോള അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കുക. മീഡിയം തീയിൽ 7 മിനിറ്റ് വഴറ്റുക. സവോളയുടെ കളർ ചെറുതായി മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, പിന്നെ 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് മീഡിയം തീയിൽ തന്നെ വഴറ്റുക. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. രണ്ട് മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം 3 കപ്പ് വെള്ളം കൂടി ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് 350-400 ഗ്രാം മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുക. ഞാൻ ഈ വലുപ്പത്തിലാണ് കഷ്ണങ്ങളാക്കിയത്. പിന്നെ മുരിങ്ങയ്ക്കയുടെ തൊലി ഇതുപോലെ ചെറുതായി കളഞ്ഞുപയോഗിക്കുന്നത് നല്ലതാണ്. മൂടി അടച്ചു വെച്ച് 15 മിനിറ്റ് മീഡിയം തീയിൽ ചൂടാക്കുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. അവസാനമായി 8-10 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇളക്കി 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുരിങ്ങയ്ക്ക കൊണ്ടുള്ള മസാലക്കറി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.